പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നും തട്ടിപ്പെന്ന് പ്രതിപക്ഷം പറയുന്നത് സ്വന്തം ശീലം കൊണ്ടെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സർ, ഇതൊന്നും ഒരു രഹസ്യമായ കാര്യമല്ല. എന്തിനാണ് പ്രതിപക്ഷം ഇതിനെ ഭയപ്പെടുന്നതെന്നാണ് ഒരു തരത്തിലും മനസ്സിലാകാത്തത്. പിന്നെ തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങൾ എന്ന് പറയുന്നതാണ്. സർ, ഞങ്ങൾ നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുള്ളൂ. ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന അംഗീകാരത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണോ പറഞ്ഞ കാര്യം അത് നടപ്പാക്കുമെന്നുള്ളതുമാണ്. അതാണ് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനം നടക്കും. മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും ഉൾപ്പെടെ പങ്കെടുക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്തും റിനു ശ്രീധരും ചേരുന്നു. ആദ്യം ആർ ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, സർക്കാർ പ്രഖ്യാപനം ഇപ്പോൾ നിയമസഭയിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ MP രാജേഷും രൂക്ഷമായ ഭാഷയിലാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിനെ, അവർ നിയമസഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയതിനെ വിമർശിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ്, സംസ്ഥാനം കൈവരിച്ച ചരിത്രപ്രധാനമായ ഒരു നേട്ടത്തിന്റെ പ്രഖ്യാപനത്തിനാണ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തത്. ഈ സമ്മേളനത്തിലാണ് ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയെന്ന പ്രഖ്യാപനം നടത്തിയത്. അനവധി ചരിത്ര നേട്ടങ്ങൾ കൈവരിച്ച കേരളം നവകേരള സൃഷ്ടി എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു പടവ് കൂടി അടുത്തിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ ഈ പ്രസ്താവന നടത്തിക്കൊണ്ട് പറഞ്ഞത്. എന്നാൽ സഭയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി. ശബരിമല സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഇപ്പോൾ തന്നെ രാജി ആവശ്യപ്പെട്ട സമരത്തിലാണ്. അതുകൊണ്ട് ഈ സമ്മേളനവുമായി സഹകരിക്കാൻ കഴിയില്ല. ഇന്ന് ദിനപത്രങ്ങളിലെല്ലാം അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുമെന്ന പരസ്യം വന്നു കഴിഞ്ഞു. അപ്പോൾ ആ പ്രഖ്യാപനം മുഖ്യമന്ത്രി സഭയിൽ വായിക്കുന്നത് കേൾക്കാനാണോ തങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയത്. ഇതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. ഈ ദാരിദ്ര്യ വിമുക്ത കേരളം എന്ന പ്രഖ്യാപനം തന്നെ ശുദ്ധ തട്ടിപ്പാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. തുടർന്ന് സംസാരിച്ച പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് ഇതിനെ എതിർത്തു. ചരിത്രം ഇവരെ വിലയിരുത്തുന്നുണ്ട്. ചരിത്രം പ്രതിപക്ഷത്തെ കുറ്റക്കാരെന്ന് വിധിക്കും. മുഖ്യമന്ത്രിയും പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചു. തട്ടിപ്പെന്നൊക്കെ പറയുന്നത് അവരുടെ ശീലം കൊണ്ടായിരിക്കുമെന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയത്. എന്തുകൊണ്ടാണ് ഈ പ്രഖ്യാപനത്തെ, ഈ ചരിത്ര നേട്ടത്തെ പ്രതിപക്ഷം ഭയപ്പെടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പറഞ്ഞതെല്ലാം നടപ്പിലാക്കുന്ന സർക്കാരാണ് കേരളത്തിലേത്. അതുകൊണ്ടാണ് ജനങ്ങൾ തങ്ങൾക്ക് നൽകുന്ന പിന്തുണ, ആ പിന്തുണയുടെ അടിസ്ഥാനം പറഞ്ഞതെല്ലാം നടപ്പിലാക്കുന്നതെന്നാണെന്നാണ്. എന്തായാലും പ്രഖ്യാപനം പൂർത്തിയായിരിക്കുന്നു. ഇനി വൈകുന്നേരം 3 മണിക്ക് പൊതുസമ്മേളനമുണ്ട്. വലിയൊരു നേട്ടം കൈവരിച്ച ചാരിതാർത്ഥ്യത്തിലൂടെയാണ് മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയത്. പക്ഷേ ഇത് കേൾക്കാൻ പ്രതിപക്ഷം സഭയിലില്ലായിരുന്നു. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.